കോടതിയുടെ നിരീക്ഷണമുണ്ട് ശബരിമലയ്ക്ക് മേലെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകം തന്നെ റിട്ടയേർഡ് ജഡ്ജി അവിടുത്തെ സ്വർണത്തിന്റെ കണക്കെടുക്കാൻ പോയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഞാൻ ഹരിമോഹനിലേക്ക് കൂടി പോവുകയാണ്. ഹരിമോഹൻ, ഇപ്പോൾ അന്വേഷണം SITക്ക് വിട്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്താൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ദേവസ്വം വിജിലൻസിന്റെ ഒരു റിപ്പോർട്ടും ലഭിക്കുകയാണ്. ദേവസ്വം വിജിലൻസ് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ പുറത്തേക്ക് വരേണ്ട നിരവധി വിവരങ്ങളുണ്ട്. അതിൽ ദേവസ്വത്തിനകത്തുള്ള കാര്യങ്ങളിലേക്ക് കൂടി, അല്ലെങ്കിൽ ദേവസ്വം ജീവനക്കാരുടെ പങ്ക് കൂടി വെളിച്ചത്ത് വരുന്ന ഒരു അന്വേഷണമായി ഇത് മാറില്ലേ? ഈ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? സാധാരണ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്ന സമയത്ത് അതിലെ അംഗങ്ങളെ അടക്കം സർക്കാർ തീരുമാനിക്കുക, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുകയാണ് കൂടുതൽ സാഹചര്യങ്ങളിലും ഉണ്ടാകാറുള്ള ഒരു അവസ്ഥ. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി തന്നെ അതിനെ ആര് ലീഡ് ചെയ്യണം, ആര് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകണം, ആരൊക്കെ സംഘത്തിൽ ഉണ്ടാകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ക്ലീൻ ട്രാക്ക് റെക്കോർഡുകളുള്ള ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകണമെന്നുള്ളത് ഹൈക്കോടതിക്ക് നിർബന്ധമാണ് എന്നുള്ളത് കൂടിയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം എത്രയും വേഗം ഔദ്യോഗികമായി തുടങ്ങാൻ ഉള്ള നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുമെന്നുള്ളതാണ് ഇഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഹൈക്കോടതി അതിൽ ഉത്തരവിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ആ അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് മാത്രമാണ്. അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കാനുള്ള സാധ്യത തന്നെയാണ് മുൻപിലുള്ളത്. കാരണം 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് കർശനമായിട്ടുള്ള നിർദ്ദേശം. അതൊരു ഇടക്കാല റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടതെങ്കിൽ പോലും 2 ആഴ്ചക്കുള്ളിൽ ആ ഇടക്കാല റിപ്പോർട്ടിനുള്ള അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ട്. അതിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക. അതിൽ ADGP ആയിട്ടുള്ള H. വെങ്കടേഷാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ കേസ് ഇവർ ഏറ്റെടുക്കുമ്പോൾ, അതായത് പോലീസ് ഈ കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കിക്കാണേണ്ടത് പ്രതിപട്ടിക ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് ഈ ദേവസ്വം വിജിലൻസിന് ആരെയും പ്രതിയാക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ ഉള്ള അധികാരം നിലവിലില്ലാത്ത സാഹചര്യത്തിൽ പോലീസിലേക്ക് അന്വേഷണം കൈമാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കേസായി അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയാണ് ഇനി പ്രാഥമികമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം മുന്നിലുള്ളത്. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്താൽ അവിടെ ഒരു പ്രതിപട്ടിക ഉണ്ടാകും. നിലവിലെ കണ്ടെത്തലുകൾ, നിഗമനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിസ്ഥാനത്തുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർ, അന്നത്തെ 2019 ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും അന്ന് അവിടെ ഇല്ലാതിരുന്ന ചില ആളുകളും അടക്കം ഇതിനകത്ത് പ്രതി ചേർക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്തേക്കാം എന്നുള്ളത് കൂടിയാണ്. പോലീസിലേക്ക് അന്വേഷണം വരുമ്പോൾ മറ്റൊന്ന് പ്രധാനമായിട്ട് കാണേണ്ടത്, സ്വർണ്ണപ്പാളി കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാലയളവിൽ, അതായത് കഴിഞ്ഞ 6 വർഷക്കാലത്തിനുള്ളിൽ നടത്തിയ സകല ദുരൂഹ ഇടപാടുകളും പരിശോധിക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ്. ദേവസ്വം വിജിലൻസിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലും അതിൽ വലിയ തരത്തിലുള്ള ദുരൂഹതയും വലിയ തരത്തിലുള്ള കൃത്രിമവും ഒക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇനി പോലീസിന് അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ കഴിയും. മാത്രമല്ല സർക്കാർ എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കൃത്യമാണ് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും, രഹസ്യാന്വേഷണ വിഭാഗം അടക്കം എല്ലാ സംവിധാനങ്ങളും പോലീസിന് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. മാത്രമല്ല ADGP തന്നെ നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് ഈ അന്വേഷണത്തിൽ എല്ലാവിധത്തിലുള്ള സഹായവും സംസ്ഥാനത്ത് നിന്ന് മുഴുവൻ എല്ലാ അല്ലെങ്കിൽ പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളിൽ നിന്നും ലഭ്യമാകുമെന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി എല്ലാം ഉപയോഗിക്കപ്പെടും. എന്തായാലും ADGPയുടെ നേതൃത്വത്തിൽ ഇനിയിപ്പോൾ അന്വേഷണം ഉടനെ തന്നെ, അതായത് പരമാവധി വേഗത്തിൽ തന്നെ തുടങ്ങാനുള്ള സാധ്യതയാണുള്ളത്. ആകെ ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തു വരേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇനി ഒരു കാലതാമസത്തിലേക്ക് സർക്കാരിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ